ഇപ്പോൾ ഞാനിവിടെ തക്കാളി കൊണ്ട് ഒരു ഡിഷ് ഉണ്ടാക്കാനാണ് പോകുന്നത്. കാരണം നമുക്ക് അച്ചാർ പോലെ യൂസ് ചെയ്യാൻ പറ്റും, കറി പോലെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ തക്കാളി കൂടുതൽ കിട്ടുന്ന കാലത്ത് അങ്ങനെ ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിത് 3 കിലോ തക്കാളി 30 രൂപക്ക് കിട്ടിയതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് തക്കാളി ഉണ്ടായ കാരണം ഞാനൊരു തുണിയിൽ എടുത്ത് വെച്ചതാണത്. അപ്പോൾ അതിൽ നിന്ന് നല്ല പഴുത്ത തക്കാളിയൊക്കെ എടുത്തിട്ട് ആണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോണത്. അപ്പോൾ ഞാനിതൊക്കെ എടുത്ത് ഇതൊക്കെ നല്ലവണ്ണം വെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെച്ചതാണ് കേട്ടോ. നല്ല ഫ്രഷ് തക്കാളിയാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി വെക്കാതെ വെക്കുകയാണെന്ന് വിചാരിച്ചാലും നമ്മൾ പച്ചക്കറി ബാസ്ക്കറ്റിലേക്ക് ആവശ്യത്തിന് ഇട്ട് വെച്ചിട്ട് ബാക്കി ഇങ്ങനെ എടുത്ത് വെച്ചാൽ ഒരു കേടും വരാതെ ഇരിക്കും. ഞാനിവിടെ അങ്ങനെ ചെയ്യണതാണ്. ഇപ്പോൾ ഏത് സാധനവും കൂടുതൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പച്ചമുളകായാലൊക്കെ കൂടുതൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് എടുത്ത് വെച്ചിട്ട് ബാക്കി ഇങ്ങനെ ഒരു തുണിയിൽ കെട്ടി വെക്കാറാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാനിതിൽ നിന്ന് ഒരു 1.5 കിലോ തക്കാളി കൊണ്ട് ഉണ്ടാക്കിയെടുക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ തക്കാളിയൊക്കെ എടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ 1.5 കിലോ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ മുളകാണ്. ഇപ്പോൾ ചുവന്ന മുളക് ഇതേപോലെ മുളകുണ്ടെങ്കിൽ ഇത് ഇട്ട് കൊടുക്കുക, അത് ഓപ്ഷനിലാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് മുളകും പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാനാണ് പോണത്. ഇത് 1.5 കിലോ തക്കാളിയാണുള്ളത്. അത് ഇതേ അളവിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഏത് ഷേപ്പിലും വേണമെങ്കിലും കട്ട് ചെയ്യാം. കുറച്ചും കൂടി ബെറ്റർ ഇതേ ഷേപ്പിൽ കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ കല്ലുപ്പ് ഇട്ടിട്ട് നമുക്കിതൊന്ന് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ വലിയൊരു ചട്ടി തന്നെയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഇളക്കിയെടുക്കാനും എല്ലാത്തിനും സൗകര്യം വെച്ചിട്ടാണ് ഞാൻ വലിയ ചട്ടി വെക്കണത്. പിന്നെ അതിലേക്ക് ഇടുന്ന സാധനങ്ങൾ ഞാൻ അപ്പോൾ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. തീ കത്തിച്ചിട്ടില്ല കേട്ടോ. ഇനി ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് തീ കത്തിച്ച് കൊടുക്കുന്നത്. അതിലേക്ക് വേണ്ട കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് വിചാരിച്ചാൽ അത്ര ഇട്ട് കൊടുക്കുക. പിന്നെ 3 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഞാൻ 3 കയ്യിൽ മുളകും പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 കയ്യിലത്തെ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത്ര തന്നെ ഒഴിച്ച് കൊടുക്കേണ്ടി വരും. അതും പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് കുറുകി വരുമ്പോൾ ഞാൻ കാണിച്ചു തരേണ്ടത്. അപ്പോൾ ഒന്നും കൂടി ഒഴിച്ച് കൊടുക്കേണ്ടതായിട്ട് വരും. ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിന് കൊടുത്തതിന് ശേഷം തീ കത്തിച്ച് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഈ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ഈ നെട്ടിയോട് കൂടെ തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ മുളകും പൊടിൻ്റെ അളവ് കുറച്ച് കൊടുക്കുക. ഇത് കാശ്മീരി മുളകിൻ്റെ വിത്തിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ തീരെ എരിവില്ല ഉണ്ടാവില്ല ഈ മുളക്. പിന്നെ പച്ചമുളകാണ് നിങ്ങളെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കണ്ട. അതിലേറെ അപ്പം നിങ്ങൾക്ക് മുളകും പൊടിയാണ് നല്ലത്. പിന്നെ കാശ്മീരി മുളകിൻ്റെ പൊടിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് കുറുകിയാണ് വരിക. അപ്പോൾ അതിന് നമ്മൾ വറ്റൽ മുളകുണ്ടല്ലോ അത് തിളപ്പിക്കുക, ഒന്ന് പച്ചവെള്ളത്തിൽ തിളപ്പിക്കുക, അല്ലെങ്കിൽ വിനീഗറിൽ തിളപ്പിച്ചതിന് ശേഷം അത് മിക്സിയിൽ അരച്ചുകൊണ്ട് ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി ഞാനിതൊന്ന് കത്തിച്ച് കൊടുക്കട്ടെ. ഇതൊന്ന് മൂടിയിട്ട് കൊടുക്കുക. ഇനി തിളച്ചതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട്. അതേപോലെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കും വേണം. അപ്പോൾ ഇതൊന്ന് റെഡിയായി വരട്ടെ. അപ്പോൾ നമ്മൾ തക്കാളി നല്ലവണ്ണം
പെരണ്ട് ആയിട്ട് എടുത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി വേറെ പാത്രത്തേക്ക് എടുത്തുകൊണ്ടും താളിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കംപ്ലീറ്റും കോരി എടുത്തിട്ട് ഇതിൽ തന്നെയാണ് താളിക്കണത്. ഇപ്പോൾ മുളകൊക്കെ കണ്ട അതൊന്നും വെന്തും ഉടഞ്ഞു പോയിട്ടില്ല. ഒന്നങ്ങനെ ഇട്ട കാരണം വെന്തും ഉടഞ്ഞു പോയിട്ടില്ല കേട്ടോ. തീ നന്നായി കുറച്ച് വെച്ചിട്ട് തന്നെയാണ് ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇത് ചിക്കൻ പൊരിച്ച എണ്ണയാണ് ഇത് താളിക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ചിക്കന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാം. എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഉലുവയ്ക്ക് തന്നെ 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി തെറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. പൊടിയായി അരിഞ്ഞു വെച്ച ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുള്ള തക്കാളിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ള എരിവ് നിങ്ങൾ അത് നോക്കിയിട്ട് വേണം മുളകും പൊടി ചേർത്ത് കൊടുക്കാൻ. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കായപ്പൊടി ചേർത്ത് കൊടുത്താൽ, അതായത് സാമ്പാർ കായം ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ചൂടാറിയതിന് ശേഷം നിങ്ങൾക്കിതൊരു ബോട്ടിലോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും പുറത്ത് തന്നെ വെക്കാൻ പറ്റും. 15 ദിവസം പോലെ പുറത്ത് തന്നെ ഇരിക്കും. അതിലേറെ കൂടുതൽ കാലം നിങ്ങൾക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചെടുത്താൽ മതി. പ്രത്യേകിച്ച് കറീൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതന്നെ നമുക്ക് ഗ്രേവി ആക്കിയിട്ട് ഇതന്നെ ചോറിൽ കുഴച്ച് തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് നെയ്ച്ചോറിൻ്റെ ബിരിയാണിൻ്റെ ഒക്കെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ തക്കാളി പുളിപ്പില്ലാത്തതാണെന്നുണ്ടെങ്കിൽ കുറച്ച് വിനീഗറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.